Hello friends, welcome to my new video. ഇത്ര ഹാപ്പി ആയിട്ട് ഞാൻ ബസ്സിൽ കയറി എങ്ങോട്ടാ പോകുന്നതെന്നല്ലേ. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പം ഞാൻ ഇന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരുടെയും നമ്മുടെ UK BRP കാർഡ് ഡിസംബർ ആകുമ്പോൾ എക്സ്പയർ ചെയ്യും എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. എല്ലാവരും എത്രയും പെട്ടെന്ന് ചെയ്യാത്തവർ eVisa ഫയൽ ചെയ്യുക. വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ്. നമ്മൾ കുറച്ച് ഓൺലൈനായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പം BRP എക്സ്പയർ ആയിക്കഴിഞ്ഞ് പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിന് മുന്നേ തന്നെ എത്രയും പെട്ടെന്ന് eVisa ഫയൽ ചെയ്യുക. കാരണം നമ്മുടെ ഇപ്പോഴത്തെ BRP കാർഡ് സ്കാൻ ചെയ്തിട്ട് വേണം eVisa ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അതിൻ്റെ പ്രോസസ്സ് ഞാൻ ചെയ്തപ്പം വീഡിയോ എടുത്തതാണ് ഇന്നിപ്പോൾ ഇടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ അത് നോക്കിയിട്ട് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ചെയ്യുക. കാരണം അത് എക്സ്പയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രോസസ്സൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അപ്പം ഇപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമ്പോൾ എത്രയും മാക്സിമം അത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ജസ്റ്റ് വാച്ച് ദ വീഡിയോ ആൻഡ് ഡു ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. eVisa ആപ്ലിക്കേഷൻ പ്രോസസ്സിൻ്റെ സ്റ്റെപ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് ആദ്യം തന്നെ ഈ വീഡിയോസ് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യണേ. അതുപോലെ NFC ഇനേബിൾഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണിൽ വേണം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യാൻ ഫ്രം സ്റ്റാർട്ടിങ് ഓൺവേർഡ്സ്. ഫോർ ദ പേർപ്പസ് ഓഫ് വീഡിയോ ഞാൻ ഈ പ്രോസസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്സ് ലാപ്ടോപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ബട്ട് യു ഹാവ് ടു യൂസ് ദ smartphone which has NFC enabled in it. Okay, just note it. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ UK eVisa ആപ്ലിക്കേഷൻ അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഗെറ്റ് ആക്സസ് ടു യുവർ eVisa എന്ന് പറഞ്ഞൊരു ടാബ് വരും. അപ്പോൾ അതാണ് ഓപ്പൺ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ആ ഒരു ടാബ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ UK VIൻ്റെ വെബ്സൈറ്റിലേക്ക് പോകും. അപ്പോൾ അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടാവും. ഹൗ ടു ആക്സസ് യുവർ eVisa ബിഫോർ യു സ്റ്റാർട്ട്, നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ വേണം, സ്മാർട്ട് ഫോൺ, ഇമെയിൽ അഡ്രസ്, BRP കാർഡ്, അങ്ങനെ വേണ്ട ആവശ്യങ്ങളായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് നൗ കൊടുക്കുക. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹാവ് യു എവർ ഹാഡ് എ BRP. അപ്പോൾ യെസ് ആണെങ്കിൽ യെസ് കൊടുക്കുക. ആൻഡ് ദെൻ കണ്ടിന്യൂ. ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു സ്റ്റിൽ ഹാവ് യുവർ BRP കാർഡ്. നിങ്ങളുടെ കയ്യിൽ എക്സ്പയർഡ് ആയിട്ടുള്ളതാണെങ്കിലും അല്ലെങ്കിലും BRP ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. സോ യെസ് ആൻഡ് ദെൻ കണ്ടിന്യൂ. Then the next question will be about the validity of your BRP card. Is your BRP valid? അതായത് എക്സ്പയർഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ അത് എക്സ്പയർഡ് ആയിട്ടില്ല എന്നുള്ളതാണെങ്കിൽ, വാലിഡ് ആണെങ്കിൽ യെസ് കൊടുക്കുക. ഇനി വാലിഡ് അല്ലെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ കയ്യിലുള്ള BRPക്ക് അനുസരിച്ചുള്ള ഓപ്ഷൻസ് കൊടുക്കുക. മോസ്റ്റ്ലി എല്ലാവർക്കും അത് യെസ് ആയിരിക്കണം. സോ ദെൻ കണ്ടിന്യൂ. ആൻഡ് നെക്സ്റ്റ് ക്രിയേറ്റ് UK വിസാസ് ആൻഡ് ഇമിഗ്രേഷൻ അക്കൗണ്ട്. അപ്പോൾ UK VI അപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അതിന് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ള ടാബ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അവിടെ ആദ്യം അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ വിൽ ഗോ ടു ദ ക്രിയേറ്റ് ആൻ അക്കൗണ്ട്. ദെൻ ക്രിയേറ്റ് ആൻ അക്കൗണ്ടിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഹു ആർ യു ക്രിയേറ്റിംഗ് ദിസ് അക്കൗണ്ട് ഫോർ. സോ അത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് കൊടുക്കുന്നതെങ്കിൽ മീ കൊടുക്കുക. ഞാൻ എൻ്റെ മോന് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്. സമ്മൺ എൽസ് എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കുന്നത്. ബിക്കോസ് ഹീ ഈസ് ജസ്റ്റ് 6 years old. So ഐ എം ഗിവിങ് ഇറ്റ് സമ്മൺ എൽസ്. ഇഫ് യു ആർ ക്രിയേറ്റിംഗ് ഫോർ യുവർ ഓൺ, then just give it me. Who needs access to their account? First one is only the account holder, both me and the account holder. Only me as the account holder cannot manage the account themselves. അപ്പോൾ അതിൽ ഏത് ഓപ്ഷനാണോ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ അത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ സ്വയമാണ് ചെയ്യുന്നതെങ്കിൽ ഓൺലി ദ അക്കൗണ്ട് ഹോൾഡർ കൊടുത്താൽ മതി. ഫോർ സമ്മൺ എൽസ് ആണ്, എൻ്റെ മോൻ മൈനറും ആയതുകൊണ്ട് ലാസ്റ്റ് ഓപ്ഷൻ ഈസ് ആപ്ലിക്കബിൾ. സോ അത് കൊടുത്തിട്ട്
അത് ഞാൻ കണ്ടിന്യൂ കൊടുത്തു. ആൻഡ് വാട്ട് ഈസ് ദർ നെയിം, അപ്പം ആർക്ക് വേണ്ടിയാണോ ക്രിയേറ്റ് ചെയ്യുന്നത് അവരുടെ നെയിം, ഗിവൺ നെയിം ആൻഡ് സർ നെയിം കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ആൻഡ് ദെൻ BRP ആണോ പാസ്പോർട്ടാണോ യൂസ് ചെയ്യുന്നതെന്നുള്ളത്. സോ വി ആർ യൂസിങ് ദ BRP, അതുകൊണ്ട് BRP കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. BRPൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ദ ഇമെയിൽ അഡ്രസ് യു വോണ്ട് ടു ക്രിയേറ്റ്. അപ്പോൾ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, ദെൻ കണ്ടിന്യൂ. അപ്പോൾ അത് ഇമെയിലിലേക്ക് ഒരു സെക്യൂരിറ്റി കോഡ് വന്നിട്ടുണ്ടാവും, അപ്പോൾ അത് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. നെക്സ്റ്റ് വി നീഡ് ടു ഗിവ് എ ഫോൺ നമ്പർ, മൊബൈൽ ഫോൺ നമ്പർ. അപ്പോൾ ഫോണിലേക്ക് ഒരു ഇതേപോലെ തന്നെ സെയിം ഒരു സെക്യൂരിറ്റി കോഡ് വരും, കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക, ഡിക്ലറേഷൻ ആൻഡ് ദെൻ കണ്ടിന്യൂ. ദെൻ വാട്ട് ഈസ് യുവർ നെയിം, അത് ഞാൻ വേറൊരാൾക്ക് വേണ്ടി ചെയ്യുന്ന കാരണം ഞാൻ ചെയ്യുന്ന എൻ്റെ പേര് ഡീറ്റെയിൽസും കൊടുക്കണം. എന്നിട്ട് ഞാൻ ചെയ്യുന്ന ആൾക്ക്, ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്ന ആളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് കൊടുക്കുക. സിൻസ് ഐ ആം ദ പാരൻറ്റ്, ഐ ഗിവ് പാരൻ്റ് ഓൾ ലീഗൽ ഗാർഡിയൻ ഓഫ് ദ ചൈൽഡ് അണ്ടർ 18 ആൻഡ് ദെൻ ഗിവ് കണ്ടിന്യൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുവരെ കൊടുത്ത എല്ലാ ആൻസേഴ്സും ഒന്നുകൂടെ ഒറ്റ സ്ട്രെച്ചിൽ അവർ കാണിച്ചു തരും. അതെല്ലാം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അങ്ങനെ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ദെൻ ഏത് ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ് വെച്ചിട്ടാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതെന്ന് ചോദിക്കും. അപ്പോൾ BRP വെച്ചിട്ടാണ്, സോ അത് കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ദെൻ നമ്മുടെ BRP കാർഡിൻ്റെ നമ്പർ കൊടുക്കുന്നു, കണ്ടിന്യൂ കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. ഹൗ ഡു യു വോണ്ട് ടു റിസീവ് എ സെക്യൂരിറ്റി കോഡ്, ഫോണാണോ മെയിൽ ID ആണോ ഏതാണോ കൊടുക്കുന്നത് അതിലേക്ക് നമുക്കൊരു സെക്യൂരിറ്റി കോഡ് വരും. അപ്പോൾ ആ സെക്യൂരിറ്റി കോഡ് അടിച്ചു കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. നെക്സ്റ്റ് വൺ ഇസ് ദ ഫോം ടു ക്രിയേറ്റ് ഓർ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് eVisa ആയിട്ട് ലിങ്ക് ചെയ്യാനായിട്ടുള്ള ഫോമാണ്. അപ്പോൾ അതിലൊരു 3 സെക്ഷൻസ് ആണുള്ളത്. ഐഡൻറ്റിറ്റി ആൻഡ് കോൺടാക്റ്റ്, അക്കൗണ്ട് സെക്യൂരിറ്റി, ദെൻ ഡിക്ലറേഷൻ ആൻഡ് സബ്മിറ്റ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ നമ്മുടെ BRP സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള NFC ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഫോൺ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ആ ഫോണിൽ നമ്മൾ ഏത് ചെയ്യണം, ഈ UK ഇമിഗ്രേഷൻ ID ചെക്കിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം കേട്ടോ. അതിനുശേഷം ആ ആപ്പിലാണ് പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് യൂഷ്വലി ഇതുവരെ ചോദിച്ച പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കും, അതായത് BRP നമ്പറും കാര്യങ്ങളും എല്ലാം. എന്നിട്ട് നിങ്ങളുടെ BRP കാർഡ് ബോത്ത് സൈഡ്സ് സ്കാൻ ചെയ്യണം. അങ്ങനെ ആ ID ചെക്ക് കംപ്ലീറ്റ് ചെയ്യും ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൊക്കേഷനാണ്. അപ്പോൾ ലൊക്കേഷൻ യു ഇൻ UK നൗ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, അത് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. സിൻസ് യു ആർ ഇൻ UK യെസ് കൊടുക്കുക. അപ്പം അതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതായത് യുവർ ലൊക്കേഷൻ എന്നുള്ളത്. അപ്പോൾ ഐഡൻറ്റിറ്റി ആൻഡ് ലൊക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കുറച്ച് അക്കൗണ്ട് സെക്യൂരിറ്റിയാണ്. അപ്പോൾ ഒരു 3 സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക, അതിൻ്റെ ആൻസേഴ്സ് കൊടുക്കുക. അപ്പം അക്കൗണ്ട് സെക്യൂരിറ്റി കംപ്ലീറ്റ് ആയി. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിക്ലറേഷനാണ്. ആ ഡിക്ലറേഷനും കൂടെ കൊടുത്തു കഴിഞ്ഞിട്ട് ഏതാണോ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ അത് കൊടുക്കുക. ഞാൻ പാരൻ്റ് ആയതുകൊണ്ട് അത് കൊടുത്തിട്ട് ഡിക്ലറേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ആ സ്റ്റെപ്സ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. ഇനി സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് eVisa ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ്. വളരെ സിമ്പിളാണ്, എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മെയിലിലേക്കൊരു ഇമെയിൽ വരും, eVisa വ്യൂ ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊടുത്തിട്ടുള്ള മെയിലിലേക്ക് അതിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് വ്യൂ ചെയ്യാനുള്ള ലിങ്കുമായിട്ടൊരു മെയിൽ വരും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത്ര ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് മീ ആൻഡ് സൈനിങ് ഓഫ്. ബൈ.